السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സുകൃതങ്ങൾ ചെയ്ത് പടച്ചറബിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം കരഗതമാക്കാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് നമ്മൾ പറഞ്ഞു വിട്ടപ്പോൾ നമ്മോട് പറഞ്ഞത് എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല ഒരുപാട് നിബന്ധനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിബന്ധനകൾ അനുസരിച്ചാണ് ദുനിയാവിൻ്റെ തൊലിക്ക് പുറത്ത് നമ്മൾ ജീവിക്കുന്നത്. ആ പടച്ചറബിന് ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ പടച്ചറബ് ഒരുപാട് നിയാമത്തുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. ആ പടച്ചറബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മളൊന്ന് ക്രോഡീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നാം അങ്ങോട്ട് ചെയ്യുന്ന പടച്ചവന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഇബാദത്തുകൾക്ക് പകരമാകുമോ എന്ന് വരെ നമുക്ക് പറയാൻ കഴിയില്ല. അത്രത്തോളം നിയാമത്തുകൾ പടച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ജീവിക്കേണ്ടത് എന്നതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. എന്നാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ ആ പടച്ച തമ്പുരാൻ നമ്മ കൂടെ ഉണ്ടാകും. നമുക്ക് എന്ത് പ്രയാസങ്ങൾ വിഷമങ്ങൾ വരുമ്പോഴും നമുക്ക് പല കാര്യങ്ങളും പടച്ച റബ്ബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ടെൻഷനുണ്ടോ, മാനസിക ടെൻഷനുണ്ടോ, അതേപോലെ തന്നെ നിങ്ങളുടെ ശാരീരിക വിഷമങ്ങളുണ്ടോ, ഇതിനെല്ലാം പരിഹാരം പരിശുദ്ധമായ ദീനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കുറേ കാര്യങ്ങൾ നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ നാം കുറേ ആത്മീയപരമായിട്ടും കൂടെ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ നമുക്കറിയാം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഉസ്താദെ കടമാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ നമ്മോട് പറയാറുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് അതിനുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചിട്ടാണ്. മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ സുബഹി നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം അസ്തഗ്ഫിറുല്ലാഹ് ഇത് ഒരാൾ 100 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞ് ആത്മാർത്ഥമായി ഇരുന്നു കൊണ്ട് 100 തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇത് പതിവാക്കി കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പടച്ച റബ്ബ് അവനിക്ക് കര കൊടുക്കും എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ പ്രതിസന്ധിയും അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. എല്ലാവിധ സാമ്പത്തിക പ്രയാസങ്ങൾക്കും ഈ ഒരു പരിശുദ്ധമായ തസ്ബീഹ് പരിഹാരമാണ് എന്ന് നമുക്ക് മഹാന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തുക. എല്ലാവിധ പ്രതിസന്ധിയും സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രതിസന്ധിയും ഒക്കെ പടച്ച റബ്ബ് നമുക്ക് തീർത്തു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് കേൾക്കാനും മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനും പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.